അടുത്ത വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടന്റെ കയ്യിൽ നിന്ന് നല്ല തെറി കേൾക്കാനുള്ള എല്ലാ വകുപ്പും കഷ്ടപ്പെട്ട് ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ബർ കാക്ക. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ അക്ബറിന്റെ പാവപ്പെട്ട ഉമ്മ പറയുന്നത് നമ്മളെല്ലാം കേട്ടതാ. ആ മരമണ്ടനോട് പറഞ്ഞതാ, എടാ പൊന്നുമോനെ നിന്റെ നാക്ക് നീ കൺട്രോൾ ചെയ്ത് തോന്നിവാസം വിളിച്ചു പറയരുതേ എന്ന്. എന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റം അവന് എന്തൊക്കെയാ അനിമോളെ പറ്റി പറയുന്നത്? എടി അനിമോളെ, നീ കണ്ടവന്റെ പുറകെ നടന്നല്ലേടി കണ്ടന്റ് ഉണ്ടാക്കുന്നത്? എന്തൊക്കെയാ ഇവൻ വിളിച്ചു പറയുന്നത്? എന്നിട്ട് ആദില നൂറ കാരണമാണ് ഇന്ന് ബേസിക്കലി ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം നെവിൻ പുറത്ത് ചാടി ഇറങ്ങി പോയത്. അത് പിന്നെ അവന്റെ ഒരു വട്ട്, അതിനെപ്പറ്റി പറയാം. പക്ഷെ അതും അനുവിന്റെ നെഞ്ചത്താ കൊണ്ടിടുന്നത്. എടി നടി, എടി നടി, എവിടെയാടി നടി എന്നൊക്കെ പറഞ്ഞ് ആ അപ്പാനി അക്ബറും അനുവിന്റെ പുറകെ പോകുന്ന കണ്ട് ഇവന്മാർക്കിന്റെ പ്രാന്തോ? ഇവന്മാർക്ക് വേറെ ആരെങ്കിലും പിടിച്ച് കണ്ടന്റ് ഉണ്ടാക്കിക്കൂടെ? ഇത് അവളുടെ പുറകെ പോകുന്നത് നല്ല കാര്യം, അവക്ക് നല്ല ബൂസ്റ്റ് കിട്ടുന്നുണ്ട്. ഈ മണ്ടന്മാർ രണ്ടും കുഴിയിലോട്ട് വീണോണ്ടിരിക്കുകയാണെന്ന് അകത്തിരിക്കുന്ന ഇവന്മാർക്ക് എപ്പോൾ ഇനി മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 25 ഡേ 24 എപ്പിസോഡ് റിവ്യൂയിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ഞാൻ ആരുടെയൊക്കെയോ പ്രിയങ്കരനായ സൈക്കോ ബോയ്. അപ്പോൾ എപ്പിസോഡ് ഇന്നത്തെ തുടങ്ങുന്നത്, ഇന്നലെ രാത്രിയിൽ ഒരു പരിപാടി നടക്കുവാണല്ലോ മറ്റേ ആക്ടിവിറ്റി റൂമിൽ. അപ്പോൾ അതൊക്കെ കാണിക്കുന്നുണ്ട്. വെളുപ്പാങ്കാലത്തെ 5 മണിക്കത്തെയാണ് കാണിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് രാവിലെ പാട്ടിടുന്നു, എല്ലാവരും തുള്ളിച്ചാടി സന്തോഷിക്കുന്നു. അത് കഴിയുമ്പോൾ ബിഗ് ബോസ് പറയുന്നു ആക്ടിവിറ്റി റൂമിൽ നിന്നെല്ലാം വിട്ടോ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും പുറത്തേ അടിക്കുന്നു. അപ്പോൾ ഈ ആക്ടിവിറ്റി റൂമിൽ നിന്നകത്തുള്ള 7 പേര് പുറത്തിറങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ട്. അത് മെയിൻലി ജിസൈലിനെ പറ്റി ആദിലയും നൂറയും കൂടെ ഇരുന്ന് പറയുന്നതാണ്. കാരണം ജിസൈൽ രാത്രിയിൽ നല്ല രീതിയിൽ, നമ്മൾ ഓൾറെഡി ലൈവിൻ്റെ അപ്ഡേറ്റിൽ പറഞ്ഞതാണ്, ജിസൈലിൻ്റെ വിഷമമാണ്. കാരണം ജിസൈലിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ അകത്ത് പണിയെടുക്കുമ്പോൾ ബാക്കിയുള്ളവർ പുറത്ത് ഫുഡൊക്കെ അടിച്ചിരിക്കുമ്പോൾ ജിസൈലിന് പൊളി. അപ്പോൾ അതിൻ്റെ കുറച്ച് ചൊറിച്ചിലൊക്കെ ജിസൈൽ രാത്രി അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ആദില നോറ പറയുന്നുണ്ട്. ജിസൈലിന് ഹ്യൂമാനിറ്റിയുടെ കാര്യമൊക്കെ ഭയങ്കര ഹ്യൂമാനിറ്റി ഉള്ള ആളാന്നൊക്കെ ജിസൈൽ പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഹ്യൂമാനിറ്റി ഉണ്ട്, പക്ഷെ അവളുടെ ഹ്യൂമാനിറ്റി അവളുടെ സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ, അല്ലാതെ എല്ലാവരോടൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ആദില പറയുന്നൊരു കേസുണ്ട്, ചുമ്മാതെ കയറി അങ്ങോട്ട് ജിസൈലിനെ ചൊറിയരുത്. അനുമോളോടാണ് പറയുന്നത്, ചുമ്മാ നീ ചൊറിയരുത്, കിട്ടും, അവളെ കിട്ടുന്ന സമയത്ത് അവളെ അടിക്കണം, അല്ലാതെ കയറി ചൊറിയരുത് എന്ന് ആദില പറയുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം കൂടെ തുടക്കത്തിൽ തന്നെ പറയട്ടെ. ആദില നൂറ നല്ല സ്ട്രോങ് ഗെയിമേഴ്സാണ് അവർ. അവർക്കറിയാം എവിടെ അടിക്കണം, അവിടെ അവർ അടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു അടി കൊടുത്തപ്പോൾ ചാടിയതാണ് ഇന്ന് നമ്മുടെ നെവിൻ മോൻ. പിന്നെ പറയുന്ന കേട്ടു നെവിൻ ചിലപ്പോൾ നാളെ വരും എന്നൊക്കെ, നമുക്ക് അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പോൾ എന്താണെങ്കിലും രാവിലത്തെ ഇങ്ങനത്തെ ചെറു പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിന് ശേഷം നേരെ കിച്ചണിലെ പരിപാടികളാണ് കാണിക്കുന്നത്. ലൈവ് അപ്ഡേറ്റ്സിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ് കിച്ചണിലെ മറ്റേ ലിപ്സ്റ്റിക്ക് പ്രശ്നം. ജിസൈലും അനുമോളും ഒക്കെ നിൽക്കുന്നു. ജിസൈൽ ചൊറിഞ്ഞു നിന്നു. അനുമോളപ്പോൾ എന്ത് ചെയ്തു, ഒരു ടിഷ്യൂ എടുത്തിട്ട് നേരെ ലിപ്സ്റ്റിക്ക് ജിസൈലിന്റെ മുഖത്തിരിക്കുന്ന ചുണ്ടത്തിരിക്കുന്ന ഇങ്ങനെ കൊണ്ട് തുടച്ചെടുക്കും. അവൾ പിടിക്കുന്നൊന്നുമില്ല, തുടച്ചെടുക്കുകയാണ്. തുടച്ചെടുക്കുമ്പോഴത്തേക്ക് അവിടെ ജിസൈൽ പിടിച്ചൊരു തള്ളും. അതിന്റെ പേരിൽ നല്ല ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അക്ബർ അതിന്റെ ഇടയ്ക്കോട്ടാണ് കയറി വീണിട്ട് ഈ ഡയലോഗ് അടിക്കുന്നത്, കണ്ടവന്റെ പുറകെ നടന്നല്ലേ ഇനി കണ്ടന്റ് ഉണ്ടാക്കുന്നതെന്ന്. ഇവൻ എന്ത് വർത്താനമായി പറയുന്നത്? ഇവന്റെ ഭാര്യ ഉമ്മയൊക്കെ ഇത് കാണുന്നില്ലേ? നാട്ടുകാരെന്ത് ചിന്തിക്കുന്നു അത് വിടുക, നാട്ടുകാരോട് പോകാൻ പറ. പക്ഷെ ഇവന്റെ ഭാര്യയും ഉമ്മയൊക്കെ ഇത് കാണുമല്ലേ? അപ്പൊ ഇവൻ ഈ പറയുന്ന കാര്യം എത്രയൊക്കെ ഗെയിമിന്റെ പുറത്താണെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ അക്ബറിന്റെ വായിൽ നിന്ന് ഇങ്ങനത്തെ സാധനങ്ങളാണ് വീഴാറുള്ളത്. അതൊരു ഒരു എന്താണ്, ഒരു ഷോയാണ്. 100-150 പേരൊന്നും അല്ല കാണുന്നത്, ലക്ഷങ്ങൾ ആൾക്കാരാണ് കാണുന്നത്. അപ്പം അതിനകത്ത് അവന്റെ ഉമ്മയും ഭാര്യയൊക്കെ ഉണ്ട്. നാളെ അവരുടെ ഫ്രണ്ടിൽ ആരെങ്കിലും വരുമ്പം ഈ മോൻ ഇങ്ങനെ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും അവർക്കൊരു കൊള്ളൽ വരത്തില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ ആ ഉമ്മ കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞത്. എന്നിട്ടും ഇവനൊരു പട്ടി പൂച്ച തെറി വിളിക്കുന്ന വിട്. പക്ഷെ ഇങ്ങനത്തെ വർത്താനങ്ങൾ ഭയങ്കര മോശമായിട്ട് അക്ബർ പറയുന്നുണ്ട്. അനുമോളെ ടാർഗറ്റ് ചെയ്ത് മാത്രമാണ് അക്ബറിന്റെ ഗെയിം. അത് അക്ബറിന്റെ ഗെയിം എന്ന് അക്ബർ പറയുമായിരിക്കും, ഓക്കെ. പക്ഷെ ആ ഗെയിമിലൂടെ അവൻ എങ്ങോട്ടേക്കാണ് എത്തിപ്പെടുന്നത്? കുഴിയിലോട്ടാണ് അവൻ എത്തിപ്പെടുന്നത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പാനി ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി എന്ന് പറയുന്നുണ്ട്. അതായത് ബിഗ് ബോസ് ജിസൈലിനെ അവൾ മറ്റേ ഫിസിക്കൽ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നെവിൻ ഓടി വരുന്നു. എന്നിട്ട് നെവിൻ കയറി എന്ന് പറയുന്നുണ്ട്, ജിസൈൽ ബിഗ് ബോസ് അവൾ ചെയ്തത് ശരിയല്ല, അവൾക്ക് പണിഷ്മെന്റ് കൊടുക്കണം. അവൾക്ക് പണിഷ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ഒന്നുകിൽ അവളെ എവിക്ഷനിൽ ഇടണം, അവളെ എവിക്റ്റ് ചെയ്ത് പുറത്ത് കളയണം, ഇല്ലെങ്കിൽ എല്ലാ നോമിനേഷനിലും അവൾ വരണം. ഇതൊന്നും ചെയ്തില്ല, അവളെ ശിക്ഷിക്കുന്നില്ല എങ്കിൽ ഞാൻ പുറത്ത് പോകും എന്ന് അവിടെ വെച്ച് പറഞ്ഞു തുടങ്ങും. പിന്നെ 2-3 പ്രാവശ്യം ഇവൻ ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി നെവിൻ ഈ ഡയലോഗ് അടിക്കുന്നുണ്ട്. അവന് വിനയായത് അവൻ്റെ ആ ഡയലോഗ് അടിയാണ്. അപ്പോൾ എന്താണെങ്കിലും നെവിനു ശേഷം ആദിലയെടുക്കെ പറയുന്നുണ്ട്, അനുമോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കത്തില്ല, ഞാൻ ക്വിറ്റ് ചെയ്ത് പോകും. അതുപോലെ തന്നെ നെവിൻ എല്ലാവരോടും പറയുന്നുണ്ട്, അനുവിനോട് പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കത്തില്ല, ഞാൻ പുറത്ത് പോകും. അപ്പോൾ എന്താണെങ്കിലും അനുമോൾ ഈ ചെയ്തതിനോട്
നമുക്കൊരു പരിധി കൂടുതൽ അങ്ങോട്ട് യോജിക്കാൻ പറ്റത്തില്ല. അനുമോള് പിന്നെ പറയുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിസയിൽ ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ അവർക്ക് അധികാരമില്ല, എന്നിട്ട് അവളത് ചെയ്യുന്നു വിത്ത് പ്രൂഫ് ഞാൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ദേഹത്തൊന്നും പിടിച്ച് തള്ളിയില്ല, അടിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരാളുടെ ചുണ്ടത്ത് അയാളുടെ അനുവാദമില്ലാതെ ടിഷ്യൂ വെച്ച് റബ്ബ് ചെയ്യുന്ന പരിപാടിയോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷേ അത് ചെയ്തു, തെറ്റ് തന്നെയാണ്. അപ്പം ഒരു സൈഡിൽ ജിസേലിൻ്റെ അടുക്ക് നമ്മുടെ ഷാനവാസിനെ അബിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് ഔണിയിൽ ഇവർ വേറൊരു ഗ്രൂപ്പാണ് പിടികിട്ടിയ. ഇവരപ്പം മാക്സിമം ഇവർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അത് ഒരു സൈഡിലല്ല, എല്ലാ സൈഡിലും പോയി ജിസേലിൻ്റെ അടുക്ക് വന്നിട്ട് അനുമോള് കാണിച്ചത് തെറ്റാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് അക്ബർ അവിടെ ഇരുന്ന് രേണുവിൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നുണ്ട്. രേണു ചേച്ചി ഒരു അവാർഡ് കൊടുക്കുക, രേണു ചേച്ചി അനുമോക്ക് എന്നുള്ള സാധനങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. ഉടനെ രേണു പറയുന്നുണ്ട്, എൻ്റെ പൊന്നെ അക്ബർ, നീ എന്നെ വിട്, നീ എന്തിന് എൻ്റെ നെഞ്ചത്ത്, ഞാൻ ഒന്നിനുമില്ല, ഞാൻ ഈ മൂലക്കിരിക്കുമല്ലേ, എന്നെ ഒന്ന് പുറത്ത് വിടാൻ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ എന്നെ ഒന്ന് പുറത്ത് വിട്ടൂടെ എന്നൊക്കെയാണ് രേണു ചേച്ചി പറയുന്നത്. എന്തിനോ വേണ്ടി അതിനകത്തിരിക്കുന്ന ഒരാളാണ് രേണു, പ്രത്യേകിച്ച് അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്താണെങ്കിലും അനുവിൻ്റെയും ജിസേലിൻ്റെയും ഒരു പ്രശ്നം അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് അനീഷ്, അതും ഈ അക്ബറാണ് ടേൺ ചെയ്തെന്ന് വിടുന്നത് അനീഷിന്റെ കേസിലേക്ക്. അനീഷ് തലേ ദിവസം രാത്രിയിൽ പണിയെടുത്തില്ല എന്ന് പറഞ്ഞ് അക്ബർ തുടങ്ങി നേരെ അപ്പാനി ആര്യൻ എല്ലാം കയറി പിടിച്ച് അതിൻ്റെ ഒരു സാധനം ഒരു വഴി കൂടെ ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ അനീഷിന് ഒരു പരിധി കൂടുതലുള്ള ക്യാമറ ഫേസ് ഇപ്പോൾ ഇവന്മാർ മാക്സിമം കൊടുക്കുന്നില്ല. കാരണം ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ നെഞ്ചത്ത് നീയൊക്കെ കയറുന്നത് അവൻ മേപ്പോട്ട് പോകുമെന്ന്. അനുമോളുടെ കേസിൽ മിക്കവാറും ലാലേട്ടൻ വന്ന് പറയും ഈ കേസ്, അത് ഉറപ്പുള്ള കാര്യം. കാരണം ഒരാളെ ഇവന്മാരുടെ കളി എങ്ങനെ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരാളെ ഫോക്കസ് ചെയ്യും, അയാളെ മാത്രം കൊന്നുകൊണ്ടിരിക്കും, അപ്പൊ അയാൾക്ക് നല്ല ബൂസ്റ്റ് കിട്ടും. ഈ മണ്ടന്മാർക്ക് ഇത് മനസ്സിലാവുന്നില്ല. എന്നാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അപ്പാനി അക്ബറൊക്കെ ഓപ്പോസിറ്റ് വന്ന് രണയും ജിസയിലും ഓപ്പോസിറ്റ് വന്ന് അതൊക്കെ വരുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷെ ഇവന്മാർ അതൊന്നും അല്ല ചെയ്യുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു മണ്ടൻ കളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അവർ ബുദ്ധിപൂർവ്വം നിന്ന് പോകാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം. പക്ഷേ നമുക്ക് നോക്കാം. എന്താണെങ്കിലും ഒണിയലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ബിഗ് ബോസ് അത് അനൗൺസ് ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേ പരിപാടിയിലേക്കൊക്കെ പോവാം. അതിന് മുമ്പ് ലിവിംഗ് റൂമിൽ എല്ലാവരും ഇരിക്കുകയാണ്, അപ്പോഴാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. അനുമോൾ, ജിസൈൽ കൺഫെഷൻ റൂമിൽ വരൂ എന്ന് പറഞ്ഞിട്ട് രണ്ടിനെയും അകത്തോട്ട് വിളിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും. അപ്പം ജിസൈൽ പറയുന്നുണ്ട്, ബിഗ് ബോസിനോടാണ് പറയുന്നത് ക്യാമറ നോക്കിയിട്ട്, ബിഗ് ബോസ് ഇത് കണ്ടോ, ഇവളെൻ്റെ മുഖം ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇങ്ങനെ ഉരച്ചതെന്നൊക്കെ പറയുന്നു. അനുമോൾ പറയുന്നു, ഞാൻ അങ്ങനെ പിടിച്ചിട്ടില്ല, അനുമോൾ അങ്ങനെ പിടിക്കുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. അനുമോൾ ടിഷ്യൂ വെച്ച് നല്ല രീതിയിൽ ഒരു ഒരസ് വിടുന്നുണ്ട്, പക്ഷെ മുഖത്ത് കയറി പിടിക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ അത് ചെയ്തത് തെറ്റാണെങ്കിൽ ക്ഷമ ചോദിക്കുന്നു, സോറി പറയാന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നീ പുറത്ത് വെച്ച് പറഞ്ഞില്ല? ഉടനെ അനുമോൾ പറയുന്നു, എനിക്ക് എല്ലാവരുടെ ഫ്രണ്ട് വെച്ച് പറയാൻ താല്പര്യമില്ല, എനിക്ക് ബിഗ് ബോസിനെയും ജനങ്ങളെയും പ്രൂവ് ചെയ്താൽ മതി, അവരുടെ ഫ്രണ്ട് വെച്ച് ഞാൻ പറയാം എന്ന് അനുമോൾ പറയുന്നുണ്ട്. അതിനോടും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം പുറത്ത് വെച്ച് പറഞ്ഞാൽ ബാക്കിയുള്ളവർ കേൾക്കുമെന്നേ ഉള്ളൂ, ജനങ്ങളും ബിഗ് ബോസും ഒക്കെ അപ്പോഴും കാണുന്നുണ്ട്. പിന്നെ അനുമോളുടെ ഒരു ഈഗോ അവിടെ ഹേർട്ടാവും, കാരണം ബാക്കിയുള്ളവരുടെ ഫ്രണ്ടിൽ വെച്ച് പറഞ്ഞു എന്നുള്ളൊരു സാധനം. അതുകൊണ്ടാണ് അനുമോൾ അത് പറയാത്തത്, അത് പറയുന്നുമില്ല അനു. അതിനുശേഷം രണ്ടുപേരും കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്ത് വരുന്നുണ്ട്. കോംപ്രമൈസ് ആയിട്ടില്ല. ലാലേട്ടൻ വരുമ്പോൾ രണ്ടിനും കിട്ടും പണി, അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ബിഗ് ബോസ് പറയുന്നുണ്ട് രണ്ടുപേരുടെയിലും തെറ്റുണ്ട്. കാരണം അനുമോൾ ഇത് ചെയ്ത ഉടനെ ജിസേൽ പിടിച്ച് നല്ലൊരു ഉന്തുന്നുണ്ട്. ആ ഉന്തലിൻ്റെ ആ ഒരു എഫക്റ്റ് നല്ല രീതിയിൽ തെറിച്ചു പോകുന്നുണ്ട് അനുമോൾ. അപ്പം അതിൻ്റെ ആ ഒരു ആഘാതത്തിൽ അനുമോളെങ്ങാനും തട്ടി വീണ് വല്ലതും പറ്റിയായിരുന്നെങ്കിൽ നല്ല മുട്ടം പണി ജിസേലിന് കിട്ടിയേനെ. അങ്ങനെ ഒരു കേസും കൂടെ അവിടെ ഒളിഞ്ഞ് കിടപ്പുണ്ട്, നിങ്ങളത് ആലോചിച്ചോണം. അപ്പോൾ എന്താണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് അവർ പുറത്തു വന്നു കഴിയുമ്പം ബിഗ് ബോസ് നെവിനെ പൂട്ടും. നെവിൻ, നീ പറയുന്നുണ്ടല്ലോ, നീ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്, നീ ഒന്ന് പറഞ്ഞേ, നീ 2-3 പ്രാവശ്യം ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് എന്തോ ഒരു ഡയലോഗ് അടിച്ചല്ലോ. നെവിൻ തുറന്നു പറഞ്ഞു, ബിഗ് ബോസ് ഒരു വൈകാര്യ നിമിഷത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്, അനുമോളെ ഇവിടെ നിർത്തുകയാണെങ്കിൽ അവർക്ക് ഒരു ശിക്ഷയും കൊടുക്കുന്നില്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കണ്ട, എനിക്ക് പുറത്ത് പോകണം. ബിഗ് ബോസ് പറഞ്ഞു, ദേ ഞാൻ വാതിൽ തുറന്നിട്ടുണ്ട്, വിട്ടോളാൻ പറഞ്ഞു. നെവിൻ അവിടുന്ന് ചാടി എണീറ്റു. ഉടനെ ആദില നൂറ കൈയടിക്കുന്നു. അതിൻ്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില നൂറ എടുക്കുക ഇടയ്ക്കിടയ്ക്ക്, പ്രത്യേകിച്ച് നൂറ എടുക്കുക നെവിൻ ഒരു ചൊറിച്ചിലുണ്ട്. LGBT കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അതിലുള്ളവരാണല്ലോ ഇവർ. അപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്തിട്ടല്ലേ നിങ്ങൾ അതിനെപ്പറ്റി പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നെവിൻ ഇടയ്ക്കിടയ്ക്ക് ചൊറിയുന്നുണ്ട്. അതിൻ്റെ ഒരു ചൊറിച്ചിൽ ആദിലേക്ക് നൂറയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങോട്ട് മൂപ്പിച്ചു കൊടുത്തു. നീ ആണാണെങ്കിൽ പോടാന്ന് പറഞ്ഞു. നെവിൻ ചാടി ഇറങ്ങി വെളിയിൽ പോയപ്പോൾ അതിനകത്തൊരു 2-3 പേഴ്സ്പെക്റ്റീവ് ഉണ്ട് നെവിൻ്റെ കേസിൽ. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെവിൻ നമ്മുടെയൊക്കെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ഫ്രണ്ടിൽ ഭയങ്കര തൻ്റെ ഇടത്തോടെ ഇറങ്ങി വന്ന ഒരാളായി മാറിയിട്ടുണ്ട്. ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ മണ്ടത്തരമല്ലേ കാണിച്ചത്. ബിഗ് ബോസ് പോലൊരു ഷോ, അവിടെ ജിസയിലും അനുവിൻ്റെയും പേരിലൊരു വഴക്കുണ്ടാവുന്നു. അവിടെ അനുമോളെ നിർത്തിയെന്നും പറഞ്ഞ് ഇവർ ഇറങ്ങി പോകേണ്ട കാര്യമില്ല. പിന്നെ ആതിര നൂറ പറഞ്ഞതിൻ്റെ പേരിലാണെങ്കിലും ട്രിഗറായിട്ട് ഇറങ്ങി പോകേണ്ട കാര്യമില്ല. അങ്ങനെ നോക്കുമ്പോൾ സത്യം പറഞ്ഞ ഒരര മണ്ടനാണ് നെവിൻ. ഇല്ലെങ്കിൽ ആരും ചെയ്യുന്നൊരു പരിപാടിയല്ലത്. അത് അവൻ ചെയ്തു. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവൻ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നു എന്നുള്ളൊരു സാധനം നമുക്ക് പറയാം. പക്ഷേ അവിടെ വേറെ പല ആൾക്കാർ, അക്ബർ ആണെങ്കിലും ശരി, അപ്പാനി ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇവനെ ഇറങ്ങി പോകുന്നതിന് മുമ്പായിട്ട് എന്ന് പറയുന്നുണ്ട്, എടാ നിന്നെ ട്രിഗർ ചെയ്യുക, നീ ചാടരുത്. ഷാനവാസ് പറയുന്നുണ്ട്, നീയായിട്ട് പണി മേടിച്ച് വെക്കുക, പോരുത്. പക്ഷെ അവൻ ചാടി ഇറങ്ങി വെളിയിൽ പോകുന്നുണ്ട്.
അപ്പം അത് കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ നമ്മുടെ ആദില നൂറ അക്ബറിനെ എടുത്തു വെച്ച് പൊരിച്ച ആദില നൂറ അക്ബറിന് മുട്ടി നിൽക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായ നെക്സ്റ്റ് പോയിന്റിൽ അക്ബർ പ്ലേറ്റ് മാറ്റി. നടിയെവിടെ നടിയെവിടെ നടിയാണ് ഇതിന്റെയൊക്കെ പ്രശ്നം. ഉടനെ കൂട്ടത്തി അപ്പാനി നടിയെവിടെ അവളെവിടെ. ഈ അപ്പാനിക്ക് ഈ നടിയെന്നും പറഞ്ഞ് അവരൊരു ആക്ടർ അല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് അത് ഒരു നടി എന്ന് വിളിച്ചൊരു പുച്ഛം അനുമോളെ പുച്ഛിക്കുന്നതാണ് എനിക്ക് അപ്പാനിയുടെ ഒരു സൈഡിൽ നിന്ന് തോന്നിയത്. എന്താണെങ്കിലും നടി എവിടെയെന്നും ചോദിച്ച് അനുമോളുടെ പുറയിലോട്ട് നേരെ ടൂട്ടർ അടിച്ച് വിടുന്നുണ്ട് രണ്ടും കൂടെ. ആദില നൂറ എടുക്കാൻ പിടിക്കാൻ പറ്റിയില്ല. കാരണം LGBTQ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, പണി കിട്ടുമെന്ന് ചിലപ്പോൾ രണ്ടിനും ഒരു പേടി കാണും, അതായിരിക്കും. എന്താണെങ്കിലും അനുമോളുടെ പുറകെ പോകുന്നുണ്ട്. അനീഷ് എന്നിട്ട് പറയുന്നുണ്ട്, അനീഷ് അല്ല നമ്മുടെ അപ്പാനി പറയുന്നു ഒരുത്തൻ്റെ ജീവിതം പോയി, അനുമോള് കാരണം ജീവിതം പോയി. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവൻ്റെ ജീവിതം പോയെങ്കിൽ അവൻ്റെ സോക്കേട്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിനകത്ത് അനുമോളെ വലിച്ചഴക്കേണ്ട. ഇനി അനുമോള് കാരണമാണെങ്കിൽ തന്നെ അത് അവളുടെ ഗെയിം. ബുദ്ധിപൂർവ്വം ഒരുത്തരെ പുറത്ത് കട്ടി ഇവന്മാരെ കൊണ്ട് പറ്റിയോ ഇതുവല്ലോ ചെയ്യാൻ? പറ്റിയില്ല. അപ്പൊ പിന്നെ കൂടുതൽ അതിനകത്ത് ചൊറിയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എല്ലാവരും കൂടെ അനുമോളും ആദില നോറയൊക്കെ ഒഴിച്ചിട്ട് ആ ഒരു ശൈത്യ ടീമൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടെ നമ്മുടെ ജിസയിൽ ഉണിയിൽ ഇവരെല്ലാം ചെന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ ബിഗ് ബോസിനെ ഇവനെ തിരിച്ചു കൊണ്ടുവരണം, ബിഗ് ബോസ് ഞങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം, ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട്, കണ്ടറിയാം. അതിനുശേഷം കിച്ചണിൽ നമുക്ക് റെനാ ഫാത്തിമ ഉണ്ടല്ലോ, റെനാ ഫാത്തിമയ്ക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു കേസുണ്ട്. അവിടെ എനിക്ക് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നിയില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഫുഡ് ഉണ്ട്, പാത്രത്തിൽ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. റെനയ്ക്ക് കുറച്ച് ചോറ് കൊടുത്തിട്ട് റെന പറഞ്ഞു കുറച്ചും കൂടെ ഭക്ഷണം താ ഞാൻ കഴിക്കും. റെനയ്ക്ക് കൊടുത്ത് വളരെ കുറച്ചായിരുന്നു. അപ്പോൾ അനുമോള് കൊടുക്കത്തില്ല. അനുമോള് പറഞ്ഞു നീ കഴിച്ചിട്ട് വാ, കഴിച്ചിട്ട് ഞാൻ തരാം എന്നും പറഞ്ഞൊരു ചെറിയ വഴക്ക് അവിടെ നടന്നു. ചോറല്ലേ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ റെനയുടെ പാത്രത്തിൽ, കുറച്ചും കൂടെ കൊടുക്കായിരുന്നു. പക്ഷെ അവിടെ വേറൊരു കാര്യം കൂടെ നോക്കേണ്ടത്, നമ്മൾ വിളമ്പി കൊടുക്കുന്ന പാത്രത്തിൽ കുറച്ചേ ചോറുണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അനുമോള് കുറച്ച് മാത്രം ഇട്ട് കൊടുത്ത് വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ കഴിക്കുന്നവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല അതിനകത്ത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് സ്പോൺസേർഡ് ടാസ്ക് വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി സംസാരിച്ചാണ് അതിനെപ്പറ്റി ലൈവിൽ, അപ്പം ലൈവിൻ്റെ അപ്ഡേറ്റിൽ. അപ്പം അത് കഴിയുന്നു. അതിനുശേഷം പണിപ്പുര അൺലിമിറ്റഡ് ടൈം കൊടുത്തു. അവിടെയാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. അൺലിമിറ്റഡ് ടൈം കൊടുത്തു ബിഗ് ബോസ്. കയറി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എത്ര നേരം കൊണ്ട് വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞു. എല്ലാവരും കയറി സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വരുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് ആര്യൻ്റെ ഒരു മണ്ടൻ കളി. പക്ഷെ ആര്യൻ കുറച്ചുകൂടെ ബുദ്ധി ഉപയോഗിച്ച് കളിച്ചതാണ്. കാരണം ആര്യൻ ചിന്തിച്ചു ബിഗ് ബോസ് ഇങ്ങനെ അൺലിമിറ്റഡ് ടൈം തരുമ്പോൾ ഇനി എന്തെങ്കിലും പണി കിട്ടുമോ? കാരണം കഴിഞ്ഞ ദിവസം കിട്ടിയ പണി രാത്രി മൊത്തം അകത്ത് കിടക്കേണ്ട വന്നു മറ്റേ ഗെയിമും കളിച്ച്. അതുകൊണ്ട് തന്നെ ആര്യൻ ഒന്ന് ബാക്ക് എടുത്തിട്ട് വേണ്ട ഞാൻ കയറുന്നില്ല എന്നൊരു മൂടെടുത്തു ആദ്യമേ. എന്നിട്ട് അക്ബറിനോടും അപ്പാനിയോടും ടെണയും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു കയറണ്ട, ചിലപ്പോൾ പണിയായിരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ എന്താണെങ്കിലും എല്ലാവരും ഓടി അവസാനം ലാസ്റ്റ് കയറി എല്ലാവരും സാധനം. ആര്യം മാത്രമൊന്നും എടുക്കുന്നത് ഞാൻ കണ്ടില്ല. പക്ഷെ അവൻ അതിൻ്റെ വാതൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. എടുത്തോ എന്തോ, എടുത്തില്ലെങ്കിൽ അവൻ മണ്ടൻ. കാരണം സാധനം ആവശ്യത്തിന് എടുത്തു. ബിഗ് ബോസ് ഇതുവരെയായിട്ടും പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ കുരുട്ട് ബുദ്ധി ആവശ്യമുള്ള സ്ഥലത്ത് ഇവന് ഈ ബുദ്ധി ഉപയോഗിക്കത്തില്ല, ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഇവന് ഈ ബുദ്ധി ഉപയോഗിക്കും. അപ്പം ഇവന് തന്നെ പണിയാവും. ഇപ്പം ഇവൻ്റെ വാക്കും കേട്ട് അക്ബറും അനീഷെന്നല്ല അപ്പാനിയൊന്നും കയറി. അക്ബറും അനീഷും കേട്ടോ, ഞാൻ എപ്പോഴും പേര് പറയുമ്പോൾ ഈ അനീഷ് അല്ല അപ്പാനിക്ക് പകരം അനീഷ് ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. ക്ഷമിക്കുക, നിങ്ങൾ കാര്യം പിടി കിട്ടിയല്ലോ. അക്ബറിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് അപ്പാനി, അനീഷൊക്കെ വേറെ. അപ്പം എന്താണെങ്കിലും ഇവന്മാർ അകത്ത് പോയി സാധനം എടുത്തു. ആര്യൻ്റെ വാക്കം കേട്ട് എടുത്തായിരുന്നായിരുന്നെങ്കിൽ ആര്യൻ ഇന്ന് തീർന്നേനെ. അപ്പം എന്താണെങ്കിലും അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നു. പിന്നെ രാത്രിയിലത്തെ കുറച്ച് പോഷൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പം പോയി ലൈവ് നോക്കട്ടെ. എന്തോ ഒരു പരിപാടി അവിടെ നടന്നിട്ടുണ്ട്. എപ്പിസോഡിൽ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചിട്ടില്ല, അത് നാളെ കാണിക്കുകയുള്ളൂ. അതായത് രാത്രിയിൽ കിടന്നുറങ്ങുക 2 മണി എങ്ങാണ്ടായി. അനുമോളുടെ എന്തോ സാധനം ആരോ എടുത്തുകൊണ്ട് പോയി, എന്തോ കിറ്റ്. നമ്മുടെ ആര്യനാണെന്നാണ് അനുമോള് പറയുന്നത്. എന്താണെങ്കിലും അനുമോക്കിട്ടൊരു താങ്ങിയതാണ് ആരോ. അപ്പാനി എന്തായാലും ചാടി എണീറ്റ് അത് അന്വേഷിക്കാനൊക്കെ രാത്രി 2 മണിക്ക് എണീറ്റ് വരുന്നുണ്ട്. ജിസേൽ പറഞ്ഞു എന്തിനാണ് ഇപ്പോൾ രാവിലെ ആവട്ടെ എന്നൊക്കെ ജിസേൽ അവിടെ കിടന്ന് പറയുന്നുണ്ട്. പറയും, ജിസേലിനെ അറിയാലോ നമുക്ക്. ജിസേൽ അനുമോള് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പേഴ്സണൽ ഗ്രഡ്ജ് 2 പേർക്കും ഉണ്ട്. പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇതൊക്കെ വിട്ടാൽ മതി. അകത്ത് ദേഷ്യങ്ങളും ഗെയിമുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊരു ലിമിറ്റ്. പിന്നെ ഈ അക്ബറിനെ പോലുള്ളവനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവൻ അങ്ങ് പോവാണ്, കൈവിട്ട് പോവുക. അവന് വേറെ എന്തെങ്കിലും കണ്ടന്റ് പിടിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പാനിയാണെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറിപ്പോവും എവിടെങ്കിലുമൊക്കെ വെച്ച്. പക്ഷെ അക്ബർ രാത്രിയിലാണെങ്കിലും അനുമോളിൻ്റെ അടുക്ക് അനുമോൾ എന്ന് ചൊറിയുന്നുണ്ട്. അക്ബറും അപ്പാനി രണയും കൂടെ ഇരിക്കുമ്പോൾ അവരുടെ അടുക്ക് പോയി ചൊറിയുന്നുണ്ട് രാത്രി ഈ സമയത്ത്. അതായത് പാട്ടുപാടുക, അവൻ്റെ മറ്റേ പാരടി ചൊറിച്ചിൽ, അത് വേറെ ആരുടെങ്കിലും കൂടെ ഒക്കെ അടുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു രസമായിരിക്കും. ഇത് മെയിൻലി ശാരിക ഉണ്ടായിരുന്നപ്പോൾ ഇടയ്ക്ക് ശാരിക എടുക്കുക, ഇടയ്ക്ക് മാത്രം. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി അനുമോളെ ഫോക്കസ് ചെയ്ത ഇവൻ ഈ പോകുന്നത്. അത് ഇവന് പണി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എപ്പിസോഡിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇനി ലൈവ് പോയി കാണട്ടെ, അവിടെ എന്തൊക്കെയാണ് ഇനി സംഭവിക്കുന്നത് കണ്ടറിയാം. അപ്പോൾ എന്താണെങ്കിലും നാളെ രാവിലെ ലൈവിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.